യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ഫ്രീ ആണ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു 10+2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് അവിടെ എന്തൊക്കെ ഓപ്ഷൻ? നമ്മൾ 10+2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ +3 എന്ന് പറയുന്നത്, നമുക്കിവിടെ +3 എന്ന് പറയാം. അവിടെ നമുക്ക് നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം ട്രെയിനിങ് പോലെ നമ്മൾ ചെയ്യണം. അപ്പം അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഡിഗ്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ആയിട്ട് ലാംഗ്വേജ് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് അതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു ഗോ ഫോർ IITs. അതല്ല ജർമ്മൻ ആണെങ്കിൽ തീർച്ചയായിട്ടും B2 വേണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ മിനിമം ഓഫ് ഒരു A2 എങ്കിലും കോഴ്സ് വേണം. അതവർ മസ്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് അവിടെ വന്ന് പാർട്ട് ടൈം ജോലി ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് A2 എങ്കിലും മിനിമം അത്യാവശ്യമുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് അവിടെ തന്നെ ജോലി കണ്ടുപിടിച്ച് നിൽക്കാൻ പറ്റും. അവർക്ക് സ്റ്റേ ബാക്ക് ഏകദേശം 1 ഇയറോളം കിട്ടുന്നുണ്ട്. ഈ ടൈമിൽ അവർക്ക് അവിടെ ഒരു ജോലി കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ വിത്ത് ലാംഗ്വേജ്